പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ കുഞ്ഞിൻ്റെ ഒരു വിശേഷം പറയാമെന്ന് വിചാരിച്ചു. അവൾ ആദ്യമായിട്ട് സ്റ്റേജിലോട്ട് കയറി. അപ്പം ആ ഒരു സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവെക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങൾ അവൾക്ക് വേണ്ടി എന്താ ചെയ്തതെന്ന് നിങ്ങൾക്ക് കാണണ്ടേ? എന്നാൽ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് വന്നാലോ. അംഗനവാടിയിലെ പിള്ളേരെ വെച്ചിട്ട് അവർക്ക് ഒരു സ്റ്റേജ് ഫിയർ മാറ്റി അവരെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളൊരു പ്രോഗ്രാമായിരുന്നു. എനിക്കിത് ഭയങ്കര സന്തോഷമുള്ളൊരു പ്രോഗ്രാമും കൂടെ ആയിരുന്നു. ഫസ്റ്റ് ടൈമാണ് അവൾ സ്റ്റേജിലോട്ട് കയറുന്നത്. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ സെലക്ട് ചെയ്ത ഒരാൾക്ക് 2 ഐറ്റത്തിനെ പങ്കെടുക്കാൻ പാടുള്ളൂ എന്നുണ്ടായിരുന്നു. അപ്പം ഫസ്റ്റ് ഞാൻ ഗ്രൂപ്പ് സോങ്ങും 1 ഫാൻസി ഡ്രസ്സുമാണ് ഞാൻ സെലക്ട് ചെയ്തത്. കാരണം എനിക്ക് ഫാൻസി ഡ്രസ്സ് ഭയങ്കര ഇഷ്ടമാണ്. എന്തെങ്കിലും ക്രിയേറ്റീവായിട്ടൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളായിരുന്നു. അപ്പോൾ ഞങ്ങളിത് യൂട്യൂബിൽ തന്നെ നോക്കിയിട്ടാണ് ഈ ഒരു ജിറാഫിനെയാണ് ഞാൻ സെലക്ട് ചെയ്തത്. അപ്പം അതിൻ്റെ ഡ്രസ്സൊക്കെ ചെയ്തത് ഞാൻ തന്നെ ആയിരുന്നു. നേരത്തെ ചെയ്യണമെന്നൊക്കെ പ്ലാൻ ചെയ്തിരുന്നതാണ്, പക്ഷേ ഞങ്ങൾക്ക് അതിനുള്ള ടൈം കിട്ടിയില്ല. ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു. അപ്പം എനിക്ക് അതിനുള്ള ടൈമോ ഒന്നും കിട്ടിയില്ല. ഞങ്ങൾ ഈ പ്രോഗ്രാം നാളെയാണെങ്കിൽ ഇന്നാണ് ആ ഒരു ചെയ്ത് കൊടുക്കുന്നത്. അതിൻ്റെ ഒരു ടെൻഷനൊക്കെ എനിക്ക് നല്ല രീതിയിലുണ്ടായിരുന്നു. പിന്നെ പറയാതിരിക്കാൻ പറ്റില്ല, ഏട്ടൻ്റെ നല്ലൊരു ഹെൽപ്പും കൂടി വെച്ചിട്ടാണ് ഇത് തീർന്നു കിട്ടിയത്. ഏട്ടൻ്റെ സ്റ്റിച്ചിങ് ഒന്നും അറിയില്ല, എന്നാൽ പോലും നല്ല രീതിക്ക് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ തയ്ച്ച ഏട്ടനെ കൊടുത്തതേ ഉള്ളൂ. ബാക്കി ഏട്ടനാണ് ജിറാഫിൻ്റെ രീതിയിൽ ബാക്കി എല്ലാം ചെയ്തത് ഏട്ടൻ തന്നെയായിരുന്നു. ഇത് ഞങ്ങളെ വീട്ടിൽ പോയിട്ട് ഒരു 9 മണിയൊക്കെ ആയി വീട്ടിൽ വന്നപ്പം. രാത്രിയിലെ പരിപാടി കേട്ടോ. കുത്തിയിരുന്ന് 2 മണി വരെ ഈ ഒരു ഇത് ചെയ്തുകൊണ്ട് സ്റ്റിച്ചിങ് എല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 2 മണി വരെ എടുത്തു ഫുള്ള് തീർക്കാൻ വേണ്ടിയിട്ട്. ബാക്കി ഇനി നമ്മൾ ചാർട്ട് പേപ്പറിലാണ് നമ്മൾ ഹെഡൊക്കെ ചെയ്ത് വേണ്ടി ജിറാഫിൻ്റെ ഹെഡ് ചെയ്യുന്നത് ഫുള്ള് ചാർട്ട് പേപ്പറിലായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഞാൻ രാത്രി തന്നെ ചെയ്തു. പക്ഷേ അത് ശരിയായില്ല. കാര്യം അതിനൊരു വെയിറ്റ് കൂടിപ്പോയി. അപ്പോൾ കുഞ്ഞിന് തലയിൽ വെക്കുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടാവും. പിന്നെ വെളുപ്പിന് ഏട്ടൻ എഴുന്നേറ്റ് ബാക്കി റെഡിയാക്കി തരുമായിരുന്നു. അങ്ങനെ കുറച്ച് ടൈം ഞങ്ങൾ വേസ്റ്റ് ചെയ്തു. അതൊക്കെയായിരുന്നു വിശേഷങ്ങൾ. അപ്പം ഞങ്ങൾക്ക് നിങ്ങൾ വീഡിയോ കാണുക കേട്ടോ മുഴുവനും. യെല്ലോ ചാർട്ട് പേപ്പറിൽ ഞങ്ങൾ ഹെഡ് ഞാനിതുപോലെ വരച്ചിട്ട് പെയിൻറ്റ് ചെയ്യുമായിരുന്നു ചെയ്തത്. അതുപോലെ നമ്മൾ ഒരു 2ആയിട്ട് മടക്കിയിട്ടിട്ട് ഒരേ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് 2ആയിട്ട് മടക്കിയിട്ടിട്ട് ഒരു സൈഡ് വരച്ചു. എന്നിട്ട് ഒരുപോലെ വെട്ടിയെടുക്കുമായിരുന്നു ചെയ്തത്. അങ്ങനെ ചെയ്തിട്ടാണ് ഞാനിത് പെയിൻറ്റ് ചെയ്തത്. അപ്പം കറക്റ്റായിട്ട് 2 സൈഡും ഒരുപോലെ നിൽക്കും. ആദ്യം ഇതുപോലെ നമ്മൾ കുഞ്ഞിൻ്റെ ഷേപ്പിൽ തലയുടെ ഭാഗത്ത് ഇറക്കി വെക്കുന്ന രീതിയിലായിരുന്നു ഹെഡ് ചെയ്തത്. ഈ ഒരു സാധനമാണ് ഞാൻ കുളമായെന്ന് പറഞ്ഞത്. കാരണം അകത്ത് തുണി വെച്ചായിരുന്നു. ഞാൻ ഇച്ചിരി തുണിയൊക്കെ വെച്ച് ടേപ്പൊക്കെ ഒട്ടിച്ച് വന്നപ്പോഴത്തേക്ക് ഇച്ചിരി വെയിറ്റ് കൂടിപ്പോയി. ഇത് കറക്റ്റ് ഒരു ജിറാഫിൻ്റെ ഒരു ഷേപ്പിൽ എനിക്ക് കിട്ടിയായിരുന്നു. ഇതായിരുന്നു ആഗ്രഹിച്ചത്. പക്ഷേ ടൈം ഇല്ലാത്തത് കൊണ്ടും അത് ഇച്ചിരി വെയിറ്റ് ആയിപ്പോയതുകൊണ്ട് ഞങ്ങൾ പിന്നെ അതിനകത്തൊന്നും പണിയാൻ നിന്നില്ല. ഞങ്ങൾ പെട്ടെന്ന് തന്നെ വേറൊരു രീതിയിലാക്കി എടുക്കുമായിരുന്നു ചെയ്തത്. അപ്പോൾ ആ ഒരു വീഡിയോയും കൂടി ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണെന്ന് കാണാം കേട്ടോ. ഈ പരിപാടിയൊക്കെ ചെയ്യുമ്പോൾ തന്നെ ഒരു 1 മണിയൊക്കെ ആയിട്ടുണ്ടാവും. കുഞ്ഞന്നേരത്തേക്ക് ഉറങ്ങി. അവൾക്കൊരു ചെറിയൊരു ജലദോഷം പോലെ ഉണ്ടായിരുന്നു. എന്നാലും അവൾ കിടന്ന് ഉറങ്ങി. ഇത് ഫ്രണ്ടിൽ കാല് വെക്കാൻ വേണ്ടി 4 കാലാണല്ലോ. അപ്പം അവൻ്റെ ഫ്രണ്ടിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചെറിയൊരു പോർഷൻ കൊടുത്തത്. അപ്പം അത് കുഞ്ഞിൻ്റെ കൈ കയറ്റി വെക്കുകയാണെങ്കിൽ അങ്ങനെ കറക്റ്റ് ലെഗിൻ്റെ ഒരു ഭാഗം വരും. ഈ ലെഗും ഇതൊക്കെ ഞങ്ങൾ രാവിലെ തന്നെയാണ് പെയിൻറ്റ് ചെയ്തത്. കാരണം ഞാൻ തലേന്ന് ഒരു തുണി ഒട്ടിച്ച് നോക്കുമായിരുന്നു. തുണി ഒട്ടിച്ചിട്ടൊരു ലുക്ക് കിട്ടിയില്ല. അപ്പോൾ ഞാൻ രാവിലെ തന്നെ അത് മാറ്റിയിട്ട് പെയിൻറ്റ് ചെയ്യുമായിരുന്നു. ഞങ്ങൾ 2 പേരോടാണ് പെയിൻറ്റ് ചെയ്തത്. ഏട്ടന് ഒരു ലെഗ് ചെയ്തെങ്കിൽ ഞാൻ വേറൊരെണ്ണം ചെയ്യുമായിരുന്നു. അങ്ങനെ ഫുൾ വീഡിയോ ആയിട്ടൊന്നും എടുക്കാനായിട്ടും സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതിനകത്തുനിന്ന് ചെറിയ ചെറിയ പോർഷൻസ് ഞങ്ങൾ പെട്ടെന്ന് കവർ ചെയ്ത് വീഡിയോ എടുത്തതേ ഉള്ളൂ. ആദ്യമേ ഞങ്ങൾ വേറൊരു രീതിയിലായിരുന്നു ഹെഡ് ചെയ്തത്. ഞാനത് ഇതിനകത്ത് ഉൾപ്പെടുത്താം. പിന്നെ ലാസ്റ്റിൽ അത് നല്ലൊരു ഭംഗിയിൽ ഈ ഒരു പേപ്പറിൽ, അതായത് ഹെഡിൻ്റെ വരച്ചത് അതിനകത്തായിരുന്നു കുറച്ചുകൂടി ഭംഗിക്ക് ചേരുന്നത്. പക്ഷേ അതിന് ഇച്ചിരി വെയിറ്റ് കൂടിപ്പോയതുകൊണ്ട് കുഞ്ഞിന് വെക്കാനും ബുദ്ധിമുട്ടായതുകൊണ്ട് ഞങ്ങൾ പിന്നെ ഒന്നും നോക്കിയില്ല. പെട്ടെന്ന് തൊപ്പി പോലൊരു കോണാക്കി എടുത്തിട്ട് ആ ഒരു ഹെഡ് ഞങ്ങളിങ്ങനെ ഒട്ടിക്കുകയാണ് ചെയ്തത്. അപ്പം അങ്ങനെ ഒട്ടിച്ചത് കണ്ടോ. ഇത് ഞാൻ നല്ല രീതിയിൽ ചെയ്തായിരുന്നു. ഇത് ഫുൾ എന്നിട്ട് ഒന്നുകൂടെ യെല്ലോ പേപ്പർ ഇട്ട് ഒട്ടിച്ചിട്ട് ഞങ്ങൾ പെയിൻറ്റ് ചെയ്തൊക്കെ എടുക്കാമെന്നുള്ള പ്ലാനിങ്ങിലായിരുന്നു അത് ചെയ്തത്. പക്ഷെ ഒട്ടും ശരിയായില്ല. കാരണം അത് ഭയങ്കര വെയിറ്റായിപ്പോയി ചെയ്ത് വന്നപ്പോഴത്തേക്ക്. പിന്നെ ഞങ്ങൾക്ക് സമയമില്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ പെട്ടെന്ന് ഈ ഒരു രീതിയിലോട്ട് മാറിയത്. ഏകദേശം ഇവിടെ എന്താ മേളിലൊരു കൊമ്പൊക്കെ എക്സ്ട്രാ കൊമ്പുള്ള ജിറാഫ്. ഈ പരിപാടിക്ക് ഓരോ സാധനങ്ങൾ ചെയ്ത് ഞങ്ങളുടെ റൂം മഹാലമ്പായിരുന്നു അന്നത്തെ ദിവസം. കാരണം അമ്മയും അമ്മൂമ്മയൊക്കെ ഉള്ളായിരുന്നു. അവർക്ക് ആ വെട്ടമൊക്കെ ബുദ്ധിമുട്ടാണെന്ന് വിചാരിച്ച് ഞങ്ങൾ രാത്രിയിൽ വല്ല ചെയ്ത്. അപ്പം അവരെ ഡിസ്റ്റർബ് ചെയ്യേണ്ടെന്ന് വിചാരിച്ച് ഞങ്ങൾ റൂമിൽ തന്നെയാണ് ഇതെല്ലാം ചെയ്തതാണ്. ഈ ഒരു റൂമിൻ്റെ കോലം ഈ ഒരു പടിയിലായത്. പിന്നെ ഏട്ടൻ തന്നെ വൃത്തിയാക്കി റെഡിയാക്കി തന്നു. അപ്പം ഞങ്ങൾക്ക് ഏകദേശം ഒരു ജിറാഫിൻ്റെ ആ രീതിയിൽ ഞങ്ങൾ ഒപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ.
അപ്പോൾ ഇതായിരുന്നു പരിപാടി. ഞങ്ങൾ പിന്നെ ഒരു 10:30 പോകണമെങ്കിൽ ഒരു 10 മണി മണിയൊക്കെ ആയപ്പോഴത്തേക്കാണ് ഇതെല്ലാം കഴിഞ്ഞത്. 10 മണി കഴിഞ്ഞൊരു 10:20 ഞങ്ങൾ ആ ഒരു പ്രോഗ്രാം തുടങ്ങിയതിന് ശേഷമാണ് അങ്ങോട്ട് ചെന്നത്. ടീച്ചർ വിളിക്കുമായിരുന്നു, പെട്ടെന്ന് വരണമെന്ന് പറഞ്ഞു. ആദ്യം നമ്മളുടെ ഗ്രൂപ്പ് സോങ് ഉണ്ടായിരുന്നു. ഗ്രൂപ്പ് സോങ്ങിന് ഇടാൻ വേണ്ടിയിട്ട് ഞാനൊരു ഡ്രസ്സ്, ഒരു ക്രോപ്പ് ടോപ്പ് പോലെ അംബ്രല്ല മിഡിയും കൂടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഡ്രസ്സ് ഇട്ടിട്ടാണ് അവൾ ഗ്രൂപ്പ് സോങ് പാടിയത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ആദ്യമായിട്ടാണ് ആ ഒരു മോഡലിൽ തയ്ക്കുന്നത്. അതിന് ശരിയാവുമെന്നൊന്നും വിചാരിച്ചിട്ടില്ല, നല്ല രീതിയിൽ ചെയ്തായിരുന്നു. പിന്നെ അവരുടെ ഗ്രൂപ്പ് സോങ്ങിന് നമ്മൾ ചെന്നു, പെട്ടെന്ന് തന്നെ ചെല്ലാൻ വേണ്ടി പറ്റി. ഞങ്ങളങ്ങനെ ചെന്നു. അംഗനവാടിയിലെ ടീച്ചറാണ് കൂടെ നിൽക്കുന്നത്. അങ്ങനെ ദേക്കൂട്ട് പാട്ടൊക്കെ പാടി. അത് കഴിഞ്ഞിട്ട് ഇച്ചിരി സ്പേസ് കിട്ടിയപ്പോൾ എനിക്ക് കുറച്ചുകൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ ഒരു മൂലയ്ക്ക് പോയിട്ട് ഞാൻ കുറച്ചുകൂടെ ഡ്രസ്സുകളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുമായിരുന്നു ചെയ്തത്. കൂടെ അവൾ നിന്നു. പിന്നെ ഒത്തിരി പിള്ളേരുണ്ടായിരുന്നു. ഈ പിള്ളേരെല്ലാം ആലപ്പുകൊണ്ട് സത്യം പറഞ്ഞ പ്രോഗ്രാമിൻ്റെ പകുതി കേൾക്കില്ലായിരുന്നു. പിന്നെ നമ്മൾ കുഞ്ഞു പിള്ളേരല്ലേ, അവരെയൊന്നും പറയാനും വേണ്ടി പറ്റില്ലായിരുന്നു. ബൈക്കൊക്കെ ആണെങ്കിലും ഇച്ചിരി വോളിയൊക്കെ കുറവായിരുന്നു. കുഞ്ഞു പിള്ളേർ ഭയങ്കര സൗണ്ടായിരുന്നു. അങ്ങനെ ഫാൻസി ഡ്രസ്സ് തുടങ്ങി. ഓരോരുത്തർ ഓരോ മോഡലിൽ വന്നിട്ടുണ്ടായിരുന്നു. കുറേ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ അവിടെ. അടുത്തത് കുഞ്ഞായിരുന്നു. കുഞ്ഞ് ഞാനിങ്ങനെ ജസ്റ്റ് കയറുന്നതിന് മുന്നേ പറഞ്ഞു സ്റ്റേജിൽ കയറുമ്പോൾ നടക്കണമെന്ന് പറഞ്ഞ് അശ്വതിന് പതിയെ നടന്നു വരുന്ന പോവാണ്. നല്ലൊരു കയ്യിൽ കൊടുക്കുക. ഇങ്ങനെയുള്ള കലാരൂപങ്ങൾ എത്രത്തോളം എത്തിക്കണമെങ്കിൽ നല്ലൊരു ശ്രമം ഉണ്ടാവാതെ പറ്റില്ല. അടുത്തതായി ദേക്കൂടിന് പറ്റുന്ന വാക്കുകളൊക്കെ ഉപയോഗിച്ച് പറഞ്ഞോളം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവൾ നല്ല രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു സന്തോഷം ഭയങ്കരമായിരുന്നു. അവൾ നല്ലതായിട്ടത് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചുമ്മാ അവൾക്ക് ഇങ്ങനെ വെച്ച് നടക്കണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അതുവഴി കുറച്ച് നേരം അങ്ങനെ വെച്ച് നടന്നു. അങ്ങനെ കുറച്ച് നേരം അങ്ങനെ സ്പെൻഡ് ചെയ്തു. പിള്ളേർക്കെല്ലാം ഈ ജിറാഫിനെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. പിള്ളേരെല്ലാം വന്ന് ഇങ്ങനെ തൊട്ട് നോക്കുകയൊക്കെ ചെയ്തായിരുന്നു. അതൊക്കെ കാണുമ്പോൾ ഒരു രസമായിരുന്നു കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞപ്പം വളരെയേറെ സന്തോഷം തോന്നി ഞങ്ങൾക്ക്. അങ്ങനെ ദേക്കൂട്ടിൻ്റെ 2 ഐറ്റം കഴിഞ്ഞായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ താണ്ട് പിള്ളേരൊക്കെ സെറ്റായിട്ട് ഇടയ്ക്കൂടെ കിടന്ന് കളിക്കുന്നുണ്ട്. വലിയ മനുഷ്യനും കൊച്ചു മനസ്സുമായിട്ട് ഇങ്ങനെ പിള്ളേരോടെ കളിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കൊരു രസം തോന്നി. അങ്ങനെ ഞാനതിൻ്റെ വീഡിയോ എടുക്കുമായിരുന്നു. കുഞ്ഞു പിള്ളേരോടെ ഏട്ടൻ കളിക്കുന്ന കാണുമ്പോൾ എനിക്ക് രസം തോന്നി. കാരണം ദേക്കൂട്ടിന് എപ്പോഴും വീട്ടിലിങ്ങനെ ഒറ്റപ്പെട്ട് ഇങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ ഭയങ്കര വിഷമമാവാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പിള്ളേരുടെ അടുത്തൊക്കെ വിടാനൊക്കെ എനിക്ക് വലിയ ഇഷ്ടമാണ്. പിള്ളേരുമായിട്ടൊക്കെ ഇണങ്ങുന്നതും കളിക്കുന്നതും കാണാൻ നല്ല രസമാണല്ലോ. അപ്പോൾ ഞാൻ എല്ലാവരോടും മിണ്ടിക്കാനായിട്ടൊക്കെ നോക്കാറുണ്ട്. ഇങ്ങനെ കളിക്കുന്ന കണ്ടപ്പോൾ ഒരു സന്തോഷമൊക്കെ തോന്നി. അങ്ങനെ കുറേ പരിപാടികളുണ്ടായിരുന്നു. പെയിൻറ്റിങ്, കസേരകളി, ഡ്രോയിങ്ങാണ്. പെയിൻറ്റിങ് അല്ല, ഡ്രോയിങ്, കസേരകളി, ഗ്രൂപ്പ് സോങ്, ആക്ഷൻ സോങ്, സിംഗിൾ സോങ്, അങ്ങനെയൊക്കെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ടാണ് സമ്മാനം കൊടുക്കുന്ന ഒരു ടൈമാണ് ഞാൻ നിൽക്കുന്നത്. അപ്പം സമ്മാനം ഇങ്ങനെ കൊടുക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നിൽക്കുമായിരുന്നു. ദേക്കൂടിൻ്റെ പേര് വിളിക്കുന്നത് വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. അങ്ങനെ കുഞ്ഞിന് ആദ്യമായിട്ട് കിട്ടിയൊരു സമ്മാനമാണ്. അതെനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. ഭയങ്കര ഹാപ്പിയായിരുന്നു ഞാൻ. വളരെ ഹാപ്പിയായിരുന്നു. അവൾക്ക് എന്താണെന്നൊന്നും അറിയില്ലല്ലോ, കുഞ്ഞല്ലേ.
അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അമ്മയും ഒക്കെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു കുഞ്ഞ് വരുന്നത് കാണാൻ വേണ്ടിയിട്ട്. എല്ലാവരും ഭയങ്കര, പിന്നെ എനിക്ക് ഏറ്റവും പറയേണ്ടത് ഞങ്ങളുടെ വീട്ടിലെ എല്ലാവരും ഒരുപോലെ അവളെ പ്രോത്സാഹിക്കും കേട്ടോ. അത് പറയാതിരിക്കാൻ വയ്യ, ഭയങ്കര ഒരു പ്രോത്സാഹനമാണ്. അതുകൊണ്ട് തന്നെ കുഞ്ഞിന് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും വലിയ മടിയൊന്നുമില്ല കേട്ടോ. അവളും എല്ലാവരും കൂടെ കട്ടയ്ക്ക് നിൽക്കുന്നതുകൊണ്ടായിരിക്കാം സ്റ്റേജിലൊക്കെ കയറാൻ പേടിയില്ല. അപ്പം അതിന് എനിക്ക് സത്യം പറഞ്ഞ ഏട്ടൻ്റെ വീട്ടിൽ എല്ലാവരോടും നന്ദി പറയണം. കൂടെ കട്ടയ്ക്ക് സപ്പോർട്ടിൽ നിൽക്കാറുണ്ട് എല്ലാവരും. അപ്പം വളരെ സന്തോഷമായിരുന്നു ഈ ഒരു കാര്യത്തിന്. ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം.